ഹോട്ടൽ കൊള്ളയടിക്കാൻ വന്നിരിക്കുകയാണ് ഷുക്കൂറിന്റെ ആൾക്കാർ. അവരെന്തിനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. Don't move! I say don't move! Don't move! ഇതാരാണെന്ന് മനസ്സിലായോ? ഈ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ആണ്. ഇത് ഒരടി മുന്നോട്ട് വെച്ചാൽ റിവോൾവർ താഴെ ഇടൂ. ഇടൂ. Come on. ഇൻസ്പെക്ടർ ജയദേവൻ, ഈ നഗരം വിറപ്പിക്കുന്ന സിംഹം, ഇതാ എന്റെ കാൽ ചുവട്ടിൽ. Come on. Get up. ഇൻസ്പെക്ടർ, എനിക്ക് നിങ്ങളുടെ ജീപ്പ് ഒന്ന് വേണം. What do you say? നിന്നെപ്പോലെ 1000 കടലാസ് പുലികളെ കണ്ടവനാണ് ഈ ജയദേവൻ. നിന്നെ കൊല്ലാൻ എനിക്ക് ഒരു നിമിഷം മതി. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. ആ അവകാശം നിയമത്തിലുള്ളതാണ്. Come on, move. Use cover. Move. എന്താ ഇത്ര വൈകിയത്? പോലീസല്ലേ, വിചാരിക്കുന്ന സമയത്ത് വരാൻ പറ്റുമോ? ആഹാ, മോൾ ഉറങ്ങി. ഡാഡി വരുമെന്നും പറഞ്ഞ് മോൾ ഇത്രയും നേരം കാത്തിരുന്നു. മോൾ ഊണ് കഴിച്ചോ? ഇല്ല, ഞാൻ എത്ര പറഞ്ഞെന്നോ, ഡാഡി വന്നിട്ടേ ഊണ് കഴിക്കുന്ന ഒരേ വാശി. മോളെ മോളെ മോളുടെ 5 സ്റ്റാർ. അവൾ നല്ല ഉറക്കമാണ്. ഇവളാള് കൊള്ളാമല്ലോ. മോൾ ഉറങ്ങിയില്ലായിരുന്നു? അതിനെ ഡാഡി വരാൻ ഞാൻ ഉറങ്ങാം. നിർമ്മലേ, ചോറെടുക്ക. കുളി കഴിഞ്ഞ് ഡാഡി മമ്മിയും കൂടെ ഒരുമിച്ച് കഴിച്ചോളാം. ശരി, എന്നാ ഡാഡി കുളിക്കുന്നില്ല, നമുക്ക് ഒരുമിച്ച് ഊണ് കഴിക്കാം. ആ ശരി മമ്മി, നീ കൂടെ ഇരുന്നേ.
കണ്ടോ? എന്നാലും മമ്മി അഴിക്കാൻ അവള് പറയുന്നില്ല. അല്ലെങ്കിൽ ഈ പെൺപിള്ളേർക്ക് തണ്ടന്മാരോടാ കൂടുതൽ സ്നേഹം. നീ വിഷമിക്കണ്ട. മമ്മിയെ സ്നേഹിക്കാൻ ഉടനെ തന്നെ ഒരു ആൺകുട്ടിയെ തന്നാ പോരെ. എന്നാ ഡാഡി ആൺകുട്ടിയെ കൊണ്ടുവരുന്നത്? എനിക്ക് കളിക്കാനൊരു കൂട്ടാവും. പോലീസ് ഡിപ്പാർട്ട്മെന്റ് തലവേദനയായി മാറിയിട്ടുള്ള ഷുക്കൂറിന്റെ സംഘത്തിൽപ്പെട്ട ഒരുത്തനാണ് ഇന്ന് വലയിൽ വീണിട്ടുള്ളത്. ക്രിസ്റ്റഫർ. ജേട്ടൻ രാവിലെ വിടേന്ന് പോയാ തിരിച്ചു വരുന്നത് ഒരു ഉള്ളിൽ തീയാണ്. നമുക്ക് ഈ പോലീസ് ഉദ്യോഗം മതിയാക്കി വേറെന്തെങ്കിലും നോക്കുകയാണ് നല്ലത്. നീ ഇങ്ങനെ പേടിച്ചാലോ? ഈ ജോലിക്ക് കിട്ടുന്ന ത്രില്ല് മറ്റേതെങ്കിലും ജോലി കിട്ടുമോ? കിട്ടില്ല. ജയേട്ടനത് പറയാം. മനസ്സമാധാനത്തോടുകൂടി ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുമോ? 24 hours ജോലിയാ. ഞാൻ എന്റെ ഡാഡിയോട് പറയാൻ പോവാ വേറെന്തെങ്കിലും ബിസിനസ് നോക്കണമെന്ന്. ഇൻസ്പെക്ടർ ജയദേവൻ ഒരു ഭീരുവാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കാനായിരിക്കും നിന്റെ പാവം. നീ കിടക്കാൻ നോക്ക്. ചാടിപ്പോയെന്നു? എപ്പോ? ഞാനിതാ വരുന്നു. അവൻ പോയി സാർ, പോയി. നിങ്ങൾക്ക് ഇവിടെ എന്തെടുക്കായിരുന്നു? കിടന്നുറങ്ങിയായിരുന്നു സാർ. ഞങ്ങൾ ഉറങ്ങിയിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു സാർ. ഇത് ഉറങ്ങിയതുമില്ല, അവൻ ചാടിപ്പോവുകയും ചെയ്തു. അവൻ എന്നെ പഴിയായി കാണിച്ചത്. ചാടിപ്പോയതിന്റെ അനക്കവും കേട്ടില്ല സാർ. മണിയടി ചായ കൂട്ടിയിട്ടല്ലേ സ്റ്റേഷനിൽ നിന്ന് പുള്ളികൾ ചാടിപ്പോകുന്നത്? നോൺസെൻസ്. വെറുതെ അല്ലടോ തനിക്ക് പോത്തച്ചെന്ന് പേര് വെച്ചത്. താനൊക്കെ വെറും പോത്ത. ശരിയാ സാറേ, ഭാര്യ ഇത് പറയാറുണ്ട്. കൈ കിട്ടിയതാ. അവനെ വെച്ച് ആ ഷുക്കൂറിനെ കസ്റ്റഡിയിൽ എടുക്കാമെന്നും വിചാരിച്ചതാ. എല്ലാം നശിച്ചു. ഇനി എസ് പി അദ്ദേഹത്തിനോട് ഞാനെന്ത് സമാനം പറയും? ഇത്രയും വലിയ തീഹാർ ജയിലിൽ നിന്ന് ശോഭാരായി ചാടിപ്പോയപ്പോഴോ ലോകപ്പ് ആവുമ്പോ ചാടും, തിരിച്ചു വരും. ഇതൊക്കെ DSP അദ്ദേഹത്തിന് അറിയാം സാറേ. മിണ്ടായിരടോ. സാർ, ഞാനാണ് ജയദേവൻ, സ്റ്റേഷനിൽ നിന്ന്. ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്ത ക്രിസ്റ്റഫർ സെല്ലിന് ചാടിപ്പോയി. ഇൻസ്പെക്ടർ ജയദേവൻ. ചെറുപ്പത്തിന്റെ ചൂടുള്ള രക്തം സിരകളിലൂടെ ഒഴുകുന്നതിന്റെ ആവേശമോ? ഷുക്കൂറിനെ അവൻ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അവനെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ആപത്താണ് ഷുക്കൂർ. വാട്ട് ഡു യു മീൻ ക്രിസ്റ്റഫർ? അവൻ നമ്മുടെ മുന്നിൽ ഒരു പുഴു മാത്രമല്ലേ? ഈ പകുതി കേട്ടി ഡാഡി. എന്തിനാ മോളെ? മോളൊന്നും ഇവിടെയല്ലേ ഇറങ്ങുന്നേ? ഡാഡി, ആ നിൽക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ കളിച്ചയുടെ മോളുണ്ട്. അവൾക്ക് വലിയ കമ്മിയാ. അവളൊന്ന് കാണണം. ഞാൻ ഡാഡിയുടെ ഒപ്പം പോലീസ് ജീപ്പിൽ ചെന്ന് ഇറങ്ങുന്നത്. നീ കൊള്ളാമല്ലോടി മോളെ. ഡാഡി, ഇൻസ്പെക്ടർ അത്രയും വെയിറ്റ് ഉണ്ടോ ഈ കളക്ടർക്ക്? പിന്നെ വെയിറ്റ് മോളുടെ ഡാഡിക്കായിരിക്കും. പക്ഷേ കളക്ടർക്കാ മോളെ പവർ. ഏതായാലും നിന്റെ വെയിറ്റിന് കുറവ് വരണ്ട. ഡാഡി, അതാണ് കളക്ടറുടെ മോള്. ശരി ശരി, മോളിറങ്ങിക്കും. ഡാഡിയും മമ്മിയും കൂടി ക്ലാസ് വിടുന്നതിന് മുമ്പ് വരണം. എന്നിട്ട് വേണം ബീച്ചിൽ പോവാൻ. ഓക്കേ? He's my daddy. Inspector, understand? വലിയ പവർ കാണിച്ചാലേ അകത്ത് കിടക്കേണ്ടി വരും.
കമോൺ